മുതലാക്കുന്നത്. ഈ ഭയം വെച്ചാണ് ഇപ്പൊ ഞാൻ എഴുതിക്കൊണ്ട് വന്ന പല കാര്യങ്ങളുണ്ട്. അതായത് മാധ്യമങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ജയിലിലിരുന്ന് പേന കിട്ടുന്ന ഏക അവസരത്തിൽ, പെറ്റീഷൻ എഴുതാൻ കൊടുത്ത അവസരത്തിൽ ഞാൻ സാറേ ഒന്ന് എഴുതിക്കോട്ടെ എന്ന് ചോദിച്ചാൽ 2 മിനിറ്റ് അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്നെ 2-3 കാര്യങ്ങൾ പറയാൻ സംഭവിച്ചില്ല. പിന്നീട് കോടതിയുടെ വിധി മുഴുവനായിട്ട് ഞാൻ വായിച്ചു. കോടതിയുടെ വിധിയിൽ അത് എടുത്തു പറയണേ, കോടതിയുടെ വിധിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഒരു വിലക്കുമില്ല. എനിക്ക് കോടതി തന്നിരിക്കുന്ന കണ്ടീഷനിൽ യാതൊരു വിലക്കുമില്ല. പക്ഷേ പറഞ്ഞു പേടിപ്പിക്കുക. വീട്ടുകാരനെ കുഴപ്പമില്ല, വീട്ടുകാരനെ കുഴപ്പമില്ല, ഭാര്യയും അമ്മയും എല്ലാം പറയുന്നത് ഇങ്ങനെ സംസാരിക്കരുതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ അവസാനം ഈ കുട്ടികൾ ജയന്തന്റെ കേസിൽ സുപ്രീം കോടതിയിൽ അടക്കം നടന്നൊരു വാദം രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ചു എന്നാണ്. അതുകൊണ്ട് ഇത് പറയുന്നതിന്റെ സീരിയസ്നെസ്സുകൾ ആലോചിച്ച് നോക്കുക. രാഹുൽ ഈശ്വർ കോഴിക്കോട് പ്രസ് മീറ്റ് വിളിച്ചു തോന്നി കുട്ടികൾ എന്താ കേസ് എന്താ. പക്ഷേ ഇത് എന്തുകൊണ്ട് എത്ര കാലമാണ്, എത്ര സമയമാകും. കാരണം ഇനി ഒരു കാര്യം കൂടെ, എന്റെ ഒരു കാര്യം ഞാൻ അംഗീകരിക്കാനും ആഗ്രഹിക്കുന്നു. അത് പറയണം, അത് പറയാൻ കൂടെ വേണ്ടിയിട്ടാണ്. ഞാൻ ഉയർത്തിയ വാദങ്ങളുടെ പ്രാധാന്യവും കാലിക പ്രസക്തിയും, ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളുടെ അമിത മൂർച്ചയും അഗ്രസീവായ സ്വരം, ടോൺ കാരണം ഓവർ ഷാഡോ ആയി എന്ന വിമർശനം ഞാൻ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. കോടതികളിലെ മാധ്യമങ്ങളിലെ വിമർശനം ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അതെന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ഉണ്ടാവും. അത് പറയുന്നതിന്റെ കാരണം ഈ ഇഷ്യൂ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വരണം. ഇപ്പോ രാജ്യസഭയിൽ അത് അവതരിപ്പിച്ചു. നമ്മൾ അതിനു മുമ്പ് എത്രയോ മുമ്പ് പ്രിപ്പയർ ചെയ്തതാണ്. നിങ്ങൾക്ക് എല്ലാ ബില്ല് കിട്ടിക്കാണും. നമ്മൾ രാജ്യസഭയിൽ അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞ വലിയ കാര്യം. എത്രയോ മുമ്പ് ഞാനടക്കമുള്ള ഒരു മാസങ്ങൾ പണിപ്പെട്ടാണ് ഇത് പ്രവർത്തിച്ചത്. അപ്പൊ ഇനി അതിന്റെ ഒരു കൗതുകം കൂടിയുണ്ട്, നിങ്ങൾ കൊടുക്കണം. അതിനെ ഏറ്റവും എതിർത്ത ആള്, അതായത് പുരുഷ കമ്മീഷൻ ബില്ലിനെ ഏറ്റവും എതിർത്ത ആള് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് വേറെ ആരും അല്ല പറഞ്ഞത്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോടാ പറഞ്ഞത്. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഈ പുരുഷ കമ്മീഷൻ ബില്ലിന്റെ കാര്യം സംസാരിച്ചപ്പോൾ പറഞ്ഞു, അത് ശ്രീ VD സതീശനോട് ഞാൻ പറഞ്ഞാണ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞാണ് ഏറ്റവും എതിർത്തത്. ഞാൻ പറഞ്ഞു ഇപ്പോഴേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നില്ല. ഇതിന്റെ പ്രശ്നം എന്താ അറിയാമോ? നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ ആൾക്കാർക്ക് ഇതിന്റെ ഇഷ്യൂ മനസ്സിലാകും. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാത്തൊരു ഇഷ്യൂ വരും. അതുകൊണ്ടാണ് നാളെ മുകേഷ് എന്നെ ദുബായിൽ നിന്ന് കണ്ടതുപോലെ ഒരു ചോദ്യം നിങ്ങളോടായിട്ട് ചോദിക്കാം. ഞാൻ നെഗറ്റീവായി പറയുകയല്ല. നമ്മുടെ കൂടെ നിൽക്കുന്ന, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും നാളെ ഇതേപോലൊരു വ്യാജ പരാതി വന്നാലേ നമ്മുടെ കൂടെ നിൽക്കുന്ന എത്ര പേര് നമ്മളോടൊപ്പം ഉണ്ടാവും? പെട്ടെന്ന് നമ്മൾ അസ്പർശ്യനാവും, പെട്ടെന്ന് നമ്മൾ അൺടച്ചബിൾ ആവും, പെട്ടെന്ന് നമ്മുടെ ഫോൺ വിളിച്ചാൽ സുഹൃത്തുക്കൾ എടുക്കാതാവും, പെട്ടെന്ന് നമ്മൾ വിളിച്ചാൽ പിന്നെ എന്തെങ്കിലും ഭാര്യയും തൊല്ലയാവും, ഇവൻ പ്രശ്നക്കാരനാകുമോ? ഇത് നാളെ നമുക്കുണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ വേദന മനസ്സിലാകും. എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്നവരല്ല, അവർ ചിലപ്പം കുറച്ച് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. ജീവിതത്തിലെ വേദന കൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ, അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ അഥവാ വിദേശ പല സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലും ഉള്ളതുപോലെ കേസിൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ അക്യൂസ്ഡിന്റെ പേരും വിക്ടിം പ്രൊട്ടക്ഷൻ പോലെ തന്നെ ഉണ്ടാകണം. അക്യൂസ്ഡിന്റെ പേരും ശരിക്കും കംപ്ലൈന്റന്റ് എന്നാണ് വിളിക്കേണ്ടത്. പക്ഷേ ഇന്ന് കോടതി വിധികളും മറ്റും തീർച്ചയായിട്ടും വിളിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അതിജീവിത എന്നൊക്കെയാണ്. ശരിക്കും അതിജീവിത എന്നൊരു ടെർമിനോളജി ഇല്ല, ഇരാന്നൊരു ടെർമിനോളജി ഇല്ല. കംപ്ലൈന്റന്റ്, പരാതിക്കാരി അല്ലെങ്കിൽ ആവലാതിക്കാരി എന്നാണ് പോലീസുകാർ എഴുതുന്നത്. കോടതിയുടെ ഭാഷയിൽ പരാതിക്കാരി എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർക്കുക, പരാതിക്കാരിയെ നിങ്ങൾ ഇരയെന്നും അതിജീവിതയെന്നും പറയുമ്പോൾ ഓൾറെഡി കേസ് പ്രജുഡിസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഓൾറെഡി അവർക്ക് പ്രശ്നം പറ്റിക്കഴിഞ്ഞു എന്നാണ്. പറഞ്ഞോളൂ, കുഴപ്പമില്ല, പറഞ്ഞോളൂ, സ്ത്രീപക്ഷ നിലപാടിന്റെ കാര്യമായി പറഞ്ഞോളൂ, കുഴപ്പമില്ല. പക്ഷെ മറുഭാഗത്ത് പുരുഷനെ വേട്ടക്കാരൻ എന്ന് വിളിക്കാതിരിക്കാനുള്ള ഒരു മര്യാദ നമുക്ക് കാണിക്കണം. അതുകൊണ്ട് അക്യൂസ്ഡ് പ്രൈവസി പ്രൊട്ടക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പം ചില രാജ്യങ്ങളിൽ Xഉം Yഉം Aയും Bയും എന്നൊക്കെയാണ് ഇടുന്നത്. അതായത് അതിജീവിതയുടെ പേര്. ശ്രീ ദിലീപിന്റെ കേസിൽ അതിജീവിത വളരെ ജെനുവിനാണ്. കാര്യം അവർക്ക് അക്രമം നേരിട്ടതാണ്. ശ്രീ ദിലീപിനെ കള്ളക്കേസിൽ ഡ്രാഗ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അക്യൂസ്ഡിന്റെ പ്രൈവസി പ്രൊട്ടക്ഷൻ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ജീവിതകാലം മുഴുവൻ വ്യാജ പരാതിയിലൂടെ കരിയർ, സമ്പാദ്യം, ജീവിതം തകർന്ന അവസ്ഥയിൽ പല വ്യക്തികളും എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തി എത്തുകയും ചെയ്യും. നാളെ അത് നമ്മുടെ മകൻ, അച്ഛൻ, സഹോദരനാകാം. നിരപരാധിയെങ്കിൽ അവനൊപ്പവും അവൾക്കൊപ്പവും എന്ന് പറയുന്നത് പോലെ അവനൊപ്പവും നമ്മൾ നിൽക്കണം. രാജ്യസഭയിൽ ശ്രീ അശോക് കുമാർ മിത്തൽ പുരുഷ കമ്മീഷൻ ബിൽ 2025 അവതരിപ്പിച്ചു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ സ്പീക്കറിന്റെ അനുമതി കിട്ടിയിട്ട്, ഞാൻ ഈ പറയുന്നത് പ്രൊസീജിയറാണ്, സ്പീക്കറിന്റെ ശ്രീ ഷംസീറിന്റെ അനുമതി കിട്ടിയിട്ടും ഇപ്പോഴും ബിൽ അവതരിപ്പിക്കാൻ കഴിയാത്തത് നിങ്ങൾ മാധ്യമങ്ങൾ എന്തു പറയുമെന്ന് കോൺഗ്രസിലെ ചില ആൾക്കാർക്ക് പേടിയുള്ളതുകൊണ്ടാണ്. ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് ആ ആൾക്കാരെ അറിയാം, അവരോട് ചോദിക്കാമല്ലോ. സ്പീക്കർ അനുമതി കൊടുത്തു, സ്പീക്കർ പ്രസന്റ് ചെയ്യാൻ ഡേറ്റ് കൊടുത്തു, ബില്ലായി. നിയമസഭ 246 ബില്ല് എല്ലാ 140 MLA-മാർക്കും കോപ്പി കൊടുത്തു. ഇതുവരെ അവതരിപ്പിക്കാൻ പറ്റാത്തത് നിങ്ങൾ മീഡിയക്കാർ അവരെ സ്ത്രീ വിരോധികളായി ചിത്രീകരിക്കുമെന്ന് വിചാരിച്ചാൽ. അതുകൊണ്ട് നമുക്ക് അമ്മയും സഹോദരിയും മകളും മാത്രമല്ല, അച്ഛനും സഹോദരനും മകനും കൂടി ഉണ്ട് എന്ന് ആലോചിക്കണം.
വീട്ടിൽ നമ്മുടെ മകളെ ശക്തമായി നമ്മൾ സംരക്ഷിക്കുന്നത് പോലെ മകനെ തള്ളിക്കളയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുതെന്ന് മാത്രം താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. അതുകൊണ്ട് വളരെ സീരിയസ് ആയി ഈ കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബില്ല് നിയമസഭയുടെ അവതരിപ്പിക്കാനുള്ള അനുമതി കിട്ടിയിട്ട് ഡിലേഡ് ആയി കിടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക, അവതരിപ്പിക്കാനുള്ള അനുമതി ലഭിച്ചിട്ട് ഡിലേഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കണമെന്നുമില്ല. പക്ഷേ മാധ്യമങ്ങൾ, ഞാൻ ആലങ്കാരികമായി പറയുന്നതല്ല, നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, മാധ്യമങ്ങൾ നമ്മളെ സ്ത്രീ വിരുദ്ധരെന്ന് ചിത്രീകരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെയ്യേണ്ട. നിയമസഭയിൽ ബില്ലായി കിടക്കുന്ന ഒരു കാര്യമാണ്. അത് ദേശീയ തലത്തിൽ അവതരിപ്പിച്ചു, നല്ലതാണ്. ശ്രീ ശശി തരൂറിന്റെ ബില്ലിലും അദ്ദേഹത്തെ ഞങ്ങൾ കണ്ട് ക്യാമ്പയിന്റെ മെറ്റീരിയലായി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നിവേദനമായി തന്നെ കൊടുക്കുന്നുണ്ട്. അക്യൂസ്ഡിന്റെ റൈറ്റ് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാളെ ഹസ്ബൻഡും വൈഫും കൂടെ അടികൂടുകയാണ്. വൈഫിന്റെ സുഹൃത്തിനോട് പോയി പറയും ആകെ പ്രശ്നങ്ങളും കാര്യങ്ങളും, ഒരു കാര്യം ചെയ്യും, റേപ്പ് കേസ് കൊടുത്തിടാന്ന് പറയും. റേപ്പ് കേസ് കൊടുത്തിട്ട് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് അവന്റെ ജോലി നഷ്ടപ്പെടും. കാര്യം പറയും, വിക്ടിം പേപ്പറിലും കാര്യങ്ങളിലും ഒക്കെ വാർത്തകളും കാര്യങ്ങളും വരും. പിന്നീട് അവനെ അക്വിറ്റ് ചെയ്താലും വാർത്ത ഭരിച്ചു വരില്ല. അവന്റെ കരിയർ പോവും, അവന്റെ ശമ്പളം പോവും. അവസാനം ഈ ഹസ്ബൻഡ് എന്തെങ്കിലും പറ്റട്ടെ എന്ന് പറഞ്ഞ് ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ ലീഗൽ ടെററിസം എന്നാണ് സുപ്രീം കോടതി വിളിച്ചത്, ഞാനല്ല, എന്നാണ് സുപ്രീം കോടതി വിളിച്ചത്. ലീഗൽ ടെററിസം എന്ന വാക്കിൽ അതിന്റെ അപ്പുറമുള്ള ലീഗൽ ടെററിസത്തിന്റെ അവസ്ഥയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ട്. വിത്തൗട്ട് ചെക്സ് ആൻഡ് ബാലൻസസ്. സുശീൽ കുമാർ ശർമ്മ കേസിലാണ് വിളിച്ചത് ലീഗൽ ടെററിസം. സുപ്രീം കോടതിയാണ് വിളിച്ചത്. ആ വാക്കിനി ഞാൻ ഉപയോഗിച്ചു എന്ന് പറയരുത്. സുപ്രീം കോടതി പറഞ്ഞ വാക്ക് വെർബാറ്റിം കോട്ടിയിരിക്കുകയാണ് വിത്ത് കേസ് ആൻഡ് സൈറ്റേഷൻ. അപ്പോ ഇത് ദയവായി മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം. എന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും മൂർച്ച കൂടിയതോ അഗ്രസീവായ ടോണിലോ കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വിമർശനം ഞാൻ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നു, ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. എന്റെ വാക്കുകളിലും പ്രവർത്തികളിലും അത് തീർച്ചയായിട്ടും അത് പ്രതിഫലിക്കും എന്ന് പറയാൻ കൂടി ആഗ്രഹിക്കുന്നു. പലതവണ റിപ്പീറ്റ് ചെയ്ത് മാറി മാറി എഴുതി പ്രിന്റ് ഔട്ട് എടുക്കാൻ താമസിച്ചുകൊണ്ടാണ് 15 മിനിറ്റ് താമസം. അതിനും കൂടെ ക്ഷമ ചോദിച്ചുകൊണ്ട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ. രാഹുലിപ്പം ജയിലിൽ കിടക്കാൻ ഇടയായ ഒരു കാര്യമുണ്ട്. അതേ കുറ്റമല്ല നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത്. നിങ്ങൾ എത്ര ഈസി ആയിട്ടാണ് ഒരു റേപ്പുമായിട്ട് ഒരു കുറ്റത്തിനെ നോർമലൈസ് ചെയ്യുന്നത്. എല്ലാ കാര്യത്തിലും സംശയത്തിന് ഒരു ഇടപെടൽ ഉണ്ടെങ്കിലും ഒരു വിക്ടിം മുമ്പോട്ട് വന്ന് തുറന്നു പറയുമ്പോൾ, അതായത് ഇത്രയും മോശമായൊരു ക്രൈം നടന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും ഇരുന്നിട്ട് വളരെ നോർമലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഇപ്പോഴും അതിജീവിതകളെ അപമാനിച്ചോണ്ടില്ലേ? ഒറ്റ ചോദ്യത്തിൽ ഫുൾ ചോദ്യം ഞാൻ എടുക്കാം. ഉമ്മൻചാണ്ടി സാറ് വേട്ടക്കാരനും സരിത അതിജീവിതയാണോ? ആണോ? താങ്കളുടെ അഭിപ്രായം എന്താ? നിശ്ചയിക്കട്ടെ എന്നുള്ളത് നിശ്ചയിച്ചല്ലോ. ഞാൻ പറഞ്ഞ ഒരു കീഴ്ക്കോടതിയുടെ വിധി മാത്രം നമ്മൾക്ക് അവസാന വാക്കല്ല ഒരു നിയമത്തിൽ. അല്ല, സുപ്രീം കോടതി പോയിട്ട് താങ്കൾക്ക് അഭിപ്രായം ഞാൻ ചോദിച്ചത്, ഞാൻ പേഴ്സണൽ കോൺഫ്രണ്ടേഷൻ അല്ല, ഈ മനസ്സിൽ എല്ലാവരുടെയും ഉള്ളതുകൊണ്ട് ചോദിക്കുകയാണ്. ഉമ്മൻചാണ്ടി വേട്ടക്കാരനും സരിത എന്ന പേര് എനിക്ക് ഇപ്പം പറയാം, വേറൊന്നും കൊണ്ടല്ല. ഓൾറെഡി കോടതിയുടെ വിധി വന്നു, അൺലെസ് പ്രൂവ്ഡ് അതർവൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇനി ആ പേരും പറയുന്നത്. എന്നോട് ഒരു സ്ത്രീകളുടെ പേര് പറയാം. ഉമ്മൻചാണ്ടി പരാതിക്കാരി. എനിക്ക് അതിജീവിതം എന്ന് വിളിക്കാൻ പറ്റൂല. എനിക്ക് അത് യഥാർത്ഥത്തിൽ അതിജീവിത എന്ന വാക്കിനോട് നമ്മൾ ജസ്റ്റിസ് ചെയ്യണമല്ലോ. ആ വാക്കൊരു സേക്രഡ് വാക്കാണ്. ആ വാക്ക് മിസ്യൂസ് ചെയ്യാൻ ഞാൻ ഒറ്റ ചോദ്യത്തിൽ കൊടുക്കാം. അങ്ങയുടെ അഭിപ്രായത്തിൽ ഉമ്മൻചാണ്ടി വേട്ടക്കാരനും പരാതിക്കാരി അതിജീവിതയുമാണോ? ഇതൊരു ഡൈവേർഷൻ ടാക്ടിക്സ് ആണ്. We are not talking about individual cases here. We are not talking about individual cases. We are talking about a general concept. Very nice. Very nice. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ഇത് അങ്ങ് പറഞ്ഞ ഈ വാദഗതി ഏറ്റവും ബഹുമാനത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ ഇതാണ് ലീഗൽ പ്രിൻസിപ്പിളിൽ കേൾക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഡൈവേർഷൻ. ഞങ്ങൾ ഇൻഡിവിജ്വൽ കേസുകളെ കുറിച്ചല്ല സംസാരിക്കുന്ന, പ്രിൻസിപ്പിളാണ്. എന്ത് പ്രിൻസിപ്പിൾ? ഇൻഡിവിജ്വൽ കേസില്ലാതെ എന്ത് പ്രിൻസിപ്പിൾ ആണല്ലോ? എന്തിനെ കുറിച്ചാണ്? ആ കേസിനെ കുറിച്ച് ഞാൻ പറയാം. എനിക്ക് പണിയൊന്നുമില്ല. ഞാനൊന്ന് മാഡത്തിന്റെ ഒന്ന് പറഞ്ഞിട്ടെ കാര്യം ഓരോന്നായിട്ട്. ഉമ്മൻചാണ്ടി സാറിന്റെ കേസ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാണ്. ഉമ്മൻചാണ്ടി സാർ എങ്കിലും, ഞാൻ ഉമ്മൻചാണ്ടി സാറിനെ ഫോക്കസ് ചെയ്ത് പറയുന്ന ഒന്നുകൊണ്ടല്ല, ഉമ്മൻചാണ്ടി സാർ എങ്കിലും ഈ വേട്ടക്കാരനല്ല നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലേ നമ്മളോട് ചെയ്യുന്ന നമ്മളോട് ഇനി മുകേഷ് എംഎൽഎയുടെ കേസ്, ഞാൻ CPM കാരനല്ല, ഞാനൊരു വലതുപക്ഷ ആക്ടിവിസ്റ്റ് ആണ്. പക്ഷെ മുകേഷിന് അനുകൂലമായി കോടതി വിധികളുണ്ട്. ഈ മാഡം പറഞ്ഞ വളരെ സ്പെസിഫിക് ആയ കേസ്, മാഡം ആ സ്പെസിഫിക് ആയ കേസ് ചോദിച്ചാൽ എനിക്ക് സന്തോഷമാണ്. കാര്യം എന്താ അറിയോ? സ്പെസിഫിക് ആയ കേസിലെ നമുക്ക് നിലപാട് പറയാൻ പറ്റൂ. ജനറൽ പ്രിൻസിപ്പിൾ പറയാൻ വളരെ എളുപ്പമാണ്. അതിനെയാണ് നമ്മൾ മദർഹുഡ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. ലോകത്തിൽ ആരെങ്കിലും റേപ്പിനെ പിന്തുണയ്ക്കോ? ഇല്ല. പക്ഷെ വ്യാജ റേപ്പ് ആണെങ്കിലും ഈ രാഹുൽ മാങ്കൂട്ടലിന്റെ സ്പെസിഫിക് കേസ് എടുക്കാം. 2 പരാതികൾ വന്നല്ലോ. 2 പരാതികളിലും 3, അതായത് ആദ്യത്തെ പരാതിയിൽ 3 സ്ഥലത്ത് വെച്ച് പീഡനം. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചാണ് പറയുന്നത്, വേറെ ആരെ കുറിച്ച് ഞാൻ പറയുന്നില്ല. 3 സ്ഥലത്ത് വെച്ച് കോടതി അത് നിലനിൽക്കില്ലെന്ന് പറഞ്ഞില്ലേ?
അത് മാറ്റിയില്ലേ? അയ്യോ ഒരു സെന്റ് പറഞ്ഞില്ലേ? ഒരു സെന്റ്. പിന്നെ അല്ലല്ല, പിന്നെ ഏത് കേസിൽ നിലനിൽക്കുന്ന പറഞ്ഞത്? പ്രഗ്നൻസി കഴിഞ്ഞുള്ള അബോർഷൻ, അതായത് നിർബന്ധിത അബോർഷൻ കേസാണ് നിലനിൽക്കുന്നതെന്നല്ലേ കോടതി പറഞ്ഞത്? പിന്നെന്താ സാർ പറയും? അല്ലല്ല, ഒരു സെന്റ്. എന്റെയും കൂടെ സെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതിക്കാരിയെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വന്ന കാര്യങ്ങൾ വെർബാറ്റിം കോട്ട് ചെയ്യാൻ കുഴപ്പമില്ല. ആദ്യത്തെ കേസ് ഞാനുമായി ബന്ധപ്പെട്ടാണ് ഞാൻ സംസാരിക്കുന്നില്ല. രണ്ടാമത്തെ കേസ് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അല്ല ഒരു സെക്കൻഡ്, തെറ്റുകാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? ശരി, ഒരു സെക്കൻഡ്. ഞാൻ മാഡത്തിലേക്ക് തെറ്റുകാരനാണെന്ന് കോടതി പറഞ്ഞു. ശരി, ഒരു സെക്കൻഡ്. അപ്പോ നമ്മുടെ നിയമത്തിന്റെ ബേസിക് പ്രിസംപ്ഷൻ എന്താ? എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി. അതൊക്കെ മാറിയോ? എ പേഴ്സൺ ഈസ്, ഇത് രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയതല്ല. അല്ല ഒരു സെക്കൻഡ്. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി എന്നുള്ളത് നമ്മുടെ ഭരണഘടനയുടെ നിയമ സംവിധാനത്തിന്റെ ഏറ്റവും അടിസ്ഥാന മാക്സിമാണ്. ഒന്ന്, ഞാൻ എന്താ അറിയാമോ, ഞാനാണോ അല്ല എന്താ അറിയാമോ മാഡം, ഞാൻ പറയുന്നതിനെ തീർത്തു പറഞ്ഞില്ലെങ്കിലേ, അതായത് ഞാൻ പറയുന്ന ഒരു കാര്യത്തെ കംപ്ലീറ്റ് ആയി പറഞ്ഞില്ലെങ്കിൽ പകുതി വെച്ച് അവർ കട്ട് ചെയ്ത് പറയും. ഞാൻ ആദ്യം അദ്ദേഹം പറഞ്ഞതിനോട് ശരി എന്നാ താങ്കൾക്ക് പറഞ്ഞു മറുപടി പറഞ്ഞോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനാണ് ഇത് കോടതി പറഞ്ഞു. അപ്പോ ആണല്ലോ, ആർക്കും തർക്കമില്ലല്ലോ. സാർ തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇപ്പൊ അങ്ങനല്ലേ? തെറ്റുകാരനാണെന്നല്ലേ കണ്ടെത്തേണ്ടത്? ഇനി രണ്ട്, നമ്മുടെ ലീഗൽ മാക്സിം, ഞാൻ ലോ കൂടെ പഠിച്ചുകൊണ്ടാണ്, ഒരുപാട് പ്രാക്ടീസിംഗ് അനുഭവമൊന്നുമില്ല. എ പേഴ്സൺ ഈസ് ഇന്നസെന്റ് അണ്ടിൽ പ്രൂവ്ഡ് ഗിൽറ്റി, ഇതാണ് ഒന്നാമത്തെ മാക്സിം. രണ്ടാമത്തെ എന്താ അറിയാമോ? 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത്. ഇതൊന്നും രാഹുൽ ഈശ്വർ ഉണ്ടാക്കിയ കാര്യങ്ങളല്ല. ഇതൊക്കെ ബഹുമാനപ്പെട്ട കോടതികളും കോൺസ്റ്റിറ്റ്യൂഷനും ഈ രാജ്യത്തിന്റെ ഫോർ ഫാദേഴ്സും പറഞ്ഞതാണ്. സാറ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനല്ലെന്ന് ഏത് കോടതി പറഞ്ഞു? രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് ഏത് കോടതി പറഞ്ഞു? ഇനി രണ്ട്, ഈ മുകേഷ് നായരുടെ കാര്യത്തിൽ, ഇനി മുകേഷിന്റെ കാര്യത്തിൽ എനിക്ക് മാഡത്തിന്റെ ഉത്തരം കൂടെയാണ്. മുകേഷിനെ വെച്ച് പറയാം, അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മുകേഷിന്റെ കാര്യത്തിൽ കുറ്റക്കാരനല്ലെന്ന് കോടതി എവിടെ പറഞ്ഞു? പോക്സോ നിലനിൽക്കില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുറ്റക്കാരനല്ലെന്നാണ്. പോക്സോ നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞല്ലോ. അപ്പൊ അതിനർത്ഥം എന്താ? കുറ്റക്കാരനല്ലെന്നല്ലേ. അപ്പൊ ഇനി എന്ത് പറയാന്നറിയാമോ? വേണമെങ്കിൽ മുകേഷിനെ അപകീർത്തിപ്പെടുത്താൻ, മുകേഷിന്റെ കാര്യമാണ് പറയാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ അല്ല. മുകേഷിന്റെ കാര്യത്തിൽ എന്ത് പറയാന്ന് എനിക്കറിയാമോ? അത് കോടതി തെളിവുകളുടെ അഭാവത്തിലാണ് വിട്ടു. തെളിവുകളുടെ അഭാവത്തിൽ വിട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഇനി ദിലീപിന്റെ കാര്യത്തിലേക്ക് വരും. ഞാൻ സ്പെസിഫിക് കേസ് തന്നെ വരും. ഞാൻ മുകേഷിനെ വെച്ച് പറയണത് എന്താ അറിയാമോ? വേറൊരു കേസിനെ കുറിച്ച് കമന്റ് ചെയ്യണമെന്നുള്ള മുകേഷിന്റെ കേസ് ഇതായതുകൊണ്ടാ. ഇനി ഒരു കാര്യം കൂടെ, നിങ്ങൾക്ക് മുകേഷിന്റെ കേസ് അറിയാമെങ്കിൽ ഞാൻ ഒരു വരിയിൽ പറയാം. മുകേഷ് ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ പോയി 6 മാസത്തിന് ശേഷം പോക്സോയുടെ കേസ് വന്നു. ഇതാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മുടെ പ്രമുഖനായ മീഡിയയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ ആ കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേസ് ക്വാഷ് ചെയ്ത് കളഞ്ഞു. നമ്മുടെ ആ പ്രമുഖനായ മാധ്യമ പ്രവർത്തകൻ ജയിക്കുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അത് വേറെ, അതായത് ആശയപരമായി ഈ വിഷയങ്ങളിൽ ഇനിയെങ്കിലും നമുക്കത് പറഞ്ഞൂടെ? ഇനി താങ്കൾ പറഞ്ഞ ദിലീപിന്റെ കേസ്, ദിലീപ് നിരപരാധിയാന്ന് കോടതി പറഞ്ഞില്ലേ? എന്റെ ചേട്ടാ, അതൊരു ലീഗൽ ടെർമിനോളജി അല്ലേ? ഒരു സെക്കൻഡ്. ദിലീപിന്റെ കേസിൽ ദിലീപ് നിരപരാധിയാണെന്നല്ലേ കോടതി പറഞ്ഞത്? എന്ന് പറഞ്ഞാൽ സാർ, എന്ന് പറഞ്ഞാൽ അതൊരു ലീഗൽ ലാംഗ്വേജ് ആണ്. ആ ലീഗൽ ലാംഗ്വേജിൽ സാറേ ആയിക്കോട്ടെ, അതിനെന്താ? ആയിക്കോട്ടെ, അതിനെന്താ? ഇനി ശരി, ഇനി സുപ്രീം കോടതി അല്ല, ഒരു സെക്കൻഡ്
സുപ്രീം കോടതിയിൽ പോലും പ്രോസിക്യൂഷന് ഈ കേസ് തെളിയിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണങ്ങൾ പലതും നമുക്ക് പലതും പറയാം. എന്തുകൊണ്ട് തെളിയിക്കാൻ പറ്റുന്നതാണ് അതോടെ നിൽക്കട്ടെ. തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്നസെന്റ് ആവുമായിരുന്നു. ഞാൻ പറഞ്ഞോട്ടെ. ഇനി രണ്ട്, സുപ്രീം കോടതിയോ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും കോടതി ഇയാൾ നിരപരാധിയാണ് എന്നല്ല പറയുന്നത്. കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ പ്രോസിക്യൂഷൻ. സാറേ, ആ പോയിന്റ് എന്താ അറിയാമോ? അതിനർത്ഥം അയാൾ നിരപരാധിയാണെന്നല്ലേ, അയാൾ അപരാധിയാണെന്നാണോ? നമ്മൾ സ്വയം തെറ്റിദ്ധരിപ്പിക്കരുത്, ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിച്ചു കുഴപ്പമില്ല. അതായത് ശരി, ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കാം. ഞാൻ പെട്ടെന്ന് അങ്ങയുടെ കൺവിക്ഷൻ വേണ്ടി കളിക്കാം. നമ്പിനാരാണ് രാജ്യദ്രോഹിയാണോ? ഞാൻ ചോദിച്ചത് സിമ്പിൾ ആയ ചോദ്യം. അല്ലല്ല എന്തുകൊണ്ടാണ് പറയണമെന്ന് പറഞ്ഞത്? ഒരു സെക്കൻഡ്, കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റൂ. അയാൾ നിരപരാധി എന്ന് പറഞ്ഞ ടെർമിനോളജി ഇല്ലാത്തത് കോടതിയിലല്ലേ, നമുക്ക് പറഞ്ഞൂടെ? ഒരു സെക്കൻഡ്, ആ ടെർമിനോളജി ഇല്ലാത്തത് കോടതികളിലല്ലേ? മറുപടി സാർ, ഇല്ലാത്തതിന്റെ കാരണം കോടതി ഹൈലി ഫോർമലൈസ്ഡ് ആൻഡ് ടെക്നിക്കൽ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് കോടതിയിൽ തെളിവുകൾ മാത്രമേ സാറേ ആയിക്കോട്ടെ, അതിനെന്താ? അതായത് അപ്പൊ അതുകൊണ്ട് നമ്പിനാരായണനെ ജീവിതകാലം മുഴുവൻ രാജ്യദ്രോഹി എന്ന് വിളിക്കണോ? രാജ്യദ്രോഹി ഇന്ന് തെളിയിക്കപ്പെടാത്ത വ്യക്തി എന്നാണോ വിളിക്കേണ്ടത്? നാളെ നിങ്ങൾക്ക് ഇത് വരില്ലേ? ഞാൻ സൗണ്ട് റേസ് ചെയ്തുകൊണ്ട് വിഷമം കൊണ്ടാണ്. അതായത് നാളെ ചേട്ടന്റെ ഒരു കേസ് വന്നാലേ നാളെ നിങ്ങൾക്ക് താങ്കൾക്കെതിരെ ജെന്യുവൻ അല്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കോടതി, എന്നാ ഉമ്മൻചാണ്ടി നിരപരാധി എന്ന് കോടതി പറഞ്ഞോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉമ്മൻചാണ്ടി നിരപരാധി എന്ന് കോടതി പറഞ്ഞു? ഇല്ലല്ലോ. ഉമ്മൻചാണ്ടിയുടെ കേസിലും കോടതി പറഞ്ഞ എന്താ? തെളിവുകളില്ല, പ്രോസിക്യൂഷന്റെ ഈ കാര്യം ശരിയല്ല. ഇങ്ങനല്ലേ പറയാൻ പറ്റൂ? അത് കോടതിയുടെ ടെർമിനോളജി അല്ലേ. നമ്മൾ സാധാരണക്കാർ സംസാരിക്കുമ്പോൾ കോടതിയുടെ ടെർമിനോളജിയാണ് സംസാരിക്കുന്നത്. ഇനി രണ്ട്, ഞാൻ നേരത്തെ നിങ്ങളുടെ കൺവിക്ഷന് വേണ്ടിയാ പറയുന്നത്. നമ്പിനാരായണൻ എന്ന വ്യക്തി 50 ദിവസം ജയിലിൽ കിടന്നു. ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ. നമ്മൾ ഡെവലപ്പ് ചെയ്യാത്ത ക്രയോജനിക് ടെക്നോളജി പാകിസ്ഥാനിൽ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞു, മാലിയിലെ മരുന്നുകൾ വഴി. ഇപ്പോഴെങ്കിലും നമ്പിനാരായണൻ നിരപരാധിയാണെന്ന് അംഗീകരിച്ചൂടെ? അംഗീകരിക്കില്ല. നമ്പിനാരായണനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു എന്നാണോ പറയണ്ടേ? ഇനി രണ്ട്, ഇത് ഒറ്റ വരി കൂടെ എടുക്കും. സാർ, ഇനിയെങ്കിലും കരുണ കാണിക്കണം. കോടതി പറഞ്ഞാലെങ്കിലും കരുണ കാണിക്കണം. കോടതി പറഞ്ഞാലെങ്കിലും, അതായത് കോടതി 8 വർഷം പോരാട്ടം നടത്തി തെളിവ് കാണിച്ചിട്ട് പറഞ്ഞിട്ടെങ്കിലും കാണിക്കണം. സാർ,